അത് വെറുതെ പറയാം. ഇപ്പം ഞാനും പൂരത്തിന് പോണ ആളാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് മാതിരി അവിടെ നടക്കണത്. അയാൾ അടങ്ങിയിരുന്നിട്ട് പിന്നെ അയാളെ ആരോ കുത്തിപ്പൊക്കിയത് പോലെയാണ് പിന്നീടുള്ള അയാളെ പ്രസ്താവനകൾ വരുന്നത്. ഞാൻ ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന ആളോ പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്ന ആളോ അല്ല, നിഷ്പക്ഷമതിയാണ്. അൻവർ കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ ചിലവർക്ക് പറ്റില്ല, ചിലർക്ക് പറ്റും. അതന്നെ പോലീസിനെ പറ്റിയിട്ട് അയാൾ പറയണ ഈ കള്ളക്കടത്തിൻ്റെ കാര്യം, അതിനിപ്പോൾ പോലീസ് അതിനുള്ള ഉത്തരവ് ഇട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി. അൻവർ പറഞ്ഞത് സത്യം തന്നെയാണ്, കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സത്യമാണ്. അൻവർ ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതതിൻ്റെ നിജസ്ഥിതിയിലൊന്നും അല്ല. അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അയാൾ പഴയ കോൺഗ്രസ്സുകാരനല്ലേ, അയാൾ ചിലപ്പോൾ ഈ കോൺഗ്രസിൽ തന്നെ വരെയായിരിക്കും. ഇതൊന്നും ഒരു പാർട്ടിക്ക് നിരക്കാത്തതാണ് അൻവറാക്ക ചെയ്തത്. നമുക്കിപ്പോൾ അത് സത്യം എന്തായാലും തെളിഞ്ഞിട്ടില്ലല്ലോ. അൻവർ പറയുന്നല്ലോ ഉള്ളൂ, രാഷ്ട്രീയമല്ലേ, പലതും ഉണ്ടാവും അങ്ങനെ പറയാനുണ്ടാവും. അൻവർ ഒരു രാഷ്ട്രീയ കോമാളി തന്നെയാണ്, അല്ലാതെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അൻവർ അന്നുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അത് യഥാർത്ഥമാണെന്ന് നമുക്കറിയില്ല, നമുക്കൊന്നും അറിയില്ലല്ലോ. PV അൻവർ MLA തുടങ്ങിവെച്ച രാഷ്ട്രീയ പോർവിളി കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ മുറുകുകയാണ്. PV അൻവർ യുദ്ധകാഹളം മുഴക്കിക്കഴിഞ്ഞു. പ്രതിരോധിക്കാൻ കച്ചുകെട്ടി മുഖ്യമന്ത്രിയും പാർട്ടി അണികളും ഒരു വശത്തുണ്ട്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൂരമ്പുകളാവുമ്പോൾ PV വേഴ്സസ് PV രാഷ്ട്രീയ യുദ്ധത്തിൽ പൊതുജനം പ്രതികരിക്കുന്നു. PV അൻവർ രാഷ്ട്രീയ പോരാളിയോ അതോ കോമാളിയോ? ഇനി ജനം പറയട്ടെ. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഒരു കഴമ്പൂല. ഒന്നാമത് ഇപ്പോൾ ഈ പോലീസിനെ പറ്റിയിട്ട് അയാൾ പറയണ ഈ കള്ളക്കടത്തിൻ്റെ കാര്യം, അതിനിപ്പോൾ പോലീസ് അതിനുള്ള ഉത്തരവ് ഇട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി. അതൊക്കെ ലംഘിക്കാതെയാണ് ഇയാളെ ഈ വർത്തമാനം പറച്ചിലൊക്കെ ഉണ്ടായിരുന്നത്. രണ്ടാമത് 2-3 പ്രാവശ്യമായി ഈ മുഖ്യമന്ത്രി വിളിച്ചതാണ്. അയാൾ അതൊക്കെ ലംഘിച്ചിട്ട് പത്രസമ്മേളനം നടത്തി ചെയ്ത്. ഇതൊന്നും ഒരു പാർട്ടിക്ക് നിരക്കാത്തതാണ് അൻവറാക്ക ചെയ്തത്. അൻവറാക്കാനോട് പറഞ്ഞിട്ടുണ്ട് ഇത് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാമെന്ന്. അതൊന്നും ഇല്ലാതാണ് ഇയാൾ പുറത്താടിയത്. എന്നോ ഇയാൾ പുറത്ത് ചാടിയ മാതിരിയാണ് ഇയാളെ ഈ പാർട്ടികളിലുള്ള അച്ചടക്ക ലംഘനം. ഇത്ര പറയുള്ളൂ. ഈ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് വെറുതെ പറയാം. ഇപ്പം ഞാനും പൂരത്തിന് പോണ ആളാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് മാതിരി അവിടെ നടക്കണത്. ഇപ്പോൾ അവിടെ ഉള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? മുരളീധരൻ അതായത് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്കാണ് പോയത്. അവിടെ VS സുനിൽകുമാർ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അയാൾക്കുള്ള ഹാൻഡ് ഇപ്പോഴും ഉണ്ട്, അയാളെ തന്നെ ജയിക്കുള്ളൂ. ഇതിപ്പോൾ കോൺഗ്രസ് എല്ലാവരും കൂടിയിട്ടാണ് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങൾ ഒരു MLA തെരഞ്ഞെടുത്തതിന് ശേഷം അയാൾ പ്രതികരിക്കും. ആ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് അയാളുടെ എല്ലാം അയാളെ പുറത്താക്കി, അയാളുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല, ബന്ധം വിച്ഛേദിച്ചതിൻ്റെ പേരിൽ പുറമെ നിന്ന് പറയുന്ന ഒരാളുടെ മാത്രമേ ഉണ്ടാവും. ശരി, ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടായിരുന്നു, അത് അന്വേഷണ കമ്മീഷനെ വെച്ചു. പിന്നെ അയാൾക്ക് സാവകാശം കൊടുത്തിട്ട് പിന്നീട് അയാൾ അതിനോട് പ്രതികരിച്ചത് ഇനി ശരി ഒക്കെ നിർത്തിവെച്ചു എന്ന് പറഞ്ഞു. പിന്നീട് അയാൾ പെട്ടെന്ന് രണ്ടാമതും വളരെ സൗകര്യത്തോടെ പിന്നീട് ഇറങ്ങാൻ അതിന് പിന്നിലുണ്ടായ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാൾ അടങ്ങിയിരുന്നിട്ട് പിന്നെ അയാളെ ആരോ കുത്തിപ്പൊക്കിയത് പോലെയാണ് പിന്നീടുള്ള അയാളെ പ്രസ്താവനകൾ വരുന്നത്. ഞാൻ ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന ആളോ പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്ന ആളോ അല്ല, നിഷ്പക്ഷമതിയാണ്. കാഴ്ചപ്പാടിൽ പറയാം, അയാൾ ആ സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട്, അതായത് പിണറായി വിജയനോ ഗോവിന്ദൻ മാസ്റ്ററോ ഒന്നും പറയാതെ അയാൾ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ വലിയൊരു പ്രശ്നമായി മാറുമായിരുന്നു ഈ പ്രശ്നം. നേരെ മറിച്ച് അവരത് അവഗണിച്ചു, അയാളെ പുറത്താക്കി പുച്ഛിച്ച് തള്ളി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീടുള്ള അയാളെ പ്രതികരണം അയാളെ ഭാവി ജീവിതത്തെ പോലും ബാധിക്കുമെന്നുള്ളതാണ്. കാരണം ആ നാട്ടിലെ MLA ആയിട്ട് അയാൾ അംഗീകരിച്ച് തിരഞ്ഞെടുത്ത ആളുകൾ അയാളെ MLA ആക്കി സ്ഥാനത്ത് നിർത്തി. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ. ശരിയാണെന്ന് തോന്നുന്നൊന്നുമില്ല. പാർട്ടിയില് ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല.
അയാൾ പഴയ കോൺഗ്രസ്സുകാരനല്ലേ, അയാൾ ചിലപ്പോൾ ഇനി കോൺഗ്രസിൽ തന്നെ വരുമായിരിക്കും. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക, ബാക്കി അവരെന്തോ ആയിക്കോട്ടെ, നമ്മളതിന് നോക്കുന്നില്ല. ജനങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുക, നന്നായി ഭരിക്കുക, അല്ലാതെ എന്താ നമുക്ക് പറയുള്ളത്. ഇത് ജാതി മതം രാഷ്ട്രീയം ഒന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, എല്ലാവരും ഒരേമാതിരി തന്നെ. അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് തോന്നുന്നു. അൻവർ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ, അതിൽ അന്വേഷണം വേണമെന്ന്. അല്ല, അൻവർ ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതതിൻ്റെ നിജസ്ഥിതിയിലൊന്നും അല്ല. അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെയൊക്കെ രീതിയിലായിരിക്കാം അയാൾ അങ്ങനെ പറയാനുള്ള കാരണം. രാഷ്ട്രീയ കോമാളിയാവുകയാണെന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ ഉണ്ട്, അതിനോട് എന്താ പറയാനുള്ളത്? അത് തീർച്ചയായിട്ടും തന്നെയാണ് സംഭവിക്കുന്നത്. അൻവർ ഒരു രാഷ്ട്രീയ കോമാളി തന്നെയാണ്, അല്ലാതെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ ബേസിലുള്ള ഓരോ സംസാരങ്ങളല്ലേ, ഓരോന്നും എന്തിൻ്റെ കാര്യങ്ങളൊന്നും വിശദമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയൊരു താല്പര്യങ്ങൾ ഇതൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇതെങ്കിലും ഓരോ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇത് കാണുന്നത്. നമുക്ക് അതിൽ അത്ര വലിയൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതായിട്ട് ഇതൊന്നുമില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞൊക്കെ തന്നെയാണ് അതിലും എനിക്കും പറയാനുള്ളത്. അന്നുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് യഥാർത്ഥമാണെന്ന് നമുക്കറിയില്ല, നമുക്കൊന്നും അറിയില്ലല്ലോ. ഇത് യഥാർത്ഥമാണോ അല്ലേന്ന് അറിയണമെങ്കിൽ അന്വേഷണം വേണ്ടേ? അന്വേഷണം വേണം, അതല്ലേ അന്വേഷിക്കണം. ഓനിപ്പോൾ ഒന്നും തെളിവില്ല, പക്ഷെ അവൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, പക്ഷേ തെളിവ് കാണുന്നില്ല. അതിപ്പോൾ എന്താണെന്ന് അറിയില്ല, നമ്മളറിയില്ല എന്താണെന്ന്. ഭരണപക്ഷത്തിൻ്റെ കുറ്റം പറയുകയാണ്, അതൊരു സുഖമില്ലാത്ത പരിപാടിയാണ്. അൻവറൊക്കെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അത്ര തന്നെ. നമുക്ക് കാര്യമായിട്ട് പറയാനില്ല. അൻവർ കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ ചിലവർക്ക് പറ്റില്ല, ചിലർക്ക് പറ്റും. അതന്നെ കഴമ്പുണ്ടെന്ന് വിചാരിക്കണം, അത്ര തന്നെ നമുക്കറിയുള്ളൂ. അല്ലാതെ അൻവർ ഇതായിട്ട് ഒന്ന് പറഞ്ഞാലല്ലോ, അൻവറുള്ള തെളിവ് കാരണമാണ് പറയണത്, അങ്ങനെ വിശ്വസിക്കണം. അല്ല, അതൊക്കെ പലർക്കും ഇപ്പം ഇത്ര കാലം അൻവർ ഇപ്പോൾ പ്രതിപക്ഷമല്ലായിരുന്നു. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാ ഇത്ര കാലം തന്നെ അല്ലായിരുന്നു, ഭരണപക്ഷമല്ലായിരുന്നു. അപ്പോൾ അത് ഒരു വേറെയില്ലല്ലോ. നമുക്കിപ്പോൾ അത് സത്യം എന്തായാലും തെളിഞ്ഞിട്ടില്ലല്ലോ. അൻവർ പറയുന്നല്ലോ ഉള്ളൂ, രാഷ്ട്രീയമല്ലേ, പലതും ഉണ്ടാവും അങ്ങനെ പറയാനുണ്ടാവും. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. പറയാൻ പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നുമില്ല. കാരണം എന്താ വെച്ചെങ്കിൽ തെളിയട്ടെ, അപ്പം നമുക്ക് പറയാം. എനിക്കതിന് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ അൻവർ പറഞ്ഞത് സത്യം തന്നെയാണ്, കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സത്യമാണ്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നിട്ടെന്താ കാര്യം, ഓലെന്നെ അന്വേഷിക്കണം, ഓലെന്നെ നടപ്പിലാക്കണം. അല്ലാതെ ഇപ്പം എന്താ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നേരെ വേറെ നേതൃത്വത്തിലെ ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ വരണം, അല്ലാതെ ഒന്നും പുറത്ത് വരില്ല. പൊതുജനങ്ങളെ റെഡിയാക്കാനതൊക്കെ നമ്മളിത് പറയാനൊന്നുമില്ല. ഇവരുങ്ങളൊക്കെ പണത്തത്തിലാണെന്നാണ് വേറെ ഒന്നുമല്ല. ഈ പെട്രോളിന് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാൽ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ ഇമ്പളെ രണ്ടാണ് ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിലേക്കിട്ട ആക്സിഡന്റ് കൊടുത്ത വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽ ഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.